ട്രാൻസ്ജെൻഡർ ഷാലു കൊലക്കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയതായി പുനർജനി പ്രസിഡന്റ് സെസിലി ജോർജ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്നും സെസിലി പറഞ്ഞു. CBIക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ അന്ന് കൊല്ലപ്പെട്ട സമയത്ത് കൊലയാളി അയാളുടെ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്ന ഒരു വിഷ്വൽ അതിനകത്ത് അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷമായിട്ട് ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ 6-7 തവണ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് മീറ്റിങ്ങുകളൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാനമാണ് നമ്മളിപ്പോൾ ഒരു ഹർജി വച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലേക്ക് നമ്മൾ ഹർജി വെച്ചിട്ടുണ്ടായിരുന്നു. ലീഗൽ സർവീസ് അതോറിറ്റി വഴിയാണ് വച്ചിരിക്കുന്നത്. അതൊക്കെ നമ്മൾ CBIക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിരുന്നത്. പുനർജനി കൾച്ചറൽ സൊസൈറ്റി കാലിക്കറ്റ് ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ LICയും GICയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാർ നവംബർ 21 മാനാഞ്ചിറ സരോജ് ഭവനിൽ നടക്കും. LIC മാനേജർ അബ്ദുൽ നഹാസ് ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായാണ് LICയും GICയും ട്രാൻസ് സമൂഹത്തിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒരുക്കുന്നതെന്ന് പുനർജനി ഫൗണ്ടർ സെസിലി ജോർജ് പറഞ്ഞു. LGBT കമ്മ്യൂണിറ്റിയിൽ പെട്ട മുഴുവൻ ആൾക്കാർക്കും നമ്മുടെ LIC GIC വഴി നമുക്ക് ലൈഫ് ഇൻഷുറൻസ് തന്നെ ആരോഗ്യ ഇൻഷുറൻസ് നമുക്ക് അവരെ ഒരു പരിരക്ഷയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് മുന്നോടിയായിട്ട് ഈ വരുന്ന 21-ാം തീയതി നമ്മുടെ സരോജ് ഭവൻ ഈ മുതലപ്പുറത്ത് സരോജ് ഭവനിൽ വെച്ച് ഒരു സെമിനാർ കൂടുന്നുണ്ട്. 12:30 മണിക്ക് വ്യാഴാഴ്ചയാണ്. വാർത്താ സമ്മേളനത്തിൽ ദീപ റാണി, ഷെറിൻ, ആഷ്മി എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.